തണുപ്പല്ലേ. ആ ശരി. റിമല എത്ര ഉണ്ട് ഓടിയിടാ? ഒരു 10 കിലോമീറ്റർ അല്ലേ? 10 കിലോമീറ്റർ. സാറൊരു 10 കിലോമീറ്റർ ഓടി. അപ്പം ബാക്കിയുള്ള സമയത്ത് സ്കൂളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വെച്ചു. ആക്ച്വലി ഇവിടെയാണ് ഞങ്ങൾ 8ാം ക്ലാസ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം പൊളിച്ച്, ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതെല്ലാം പൊളിച്ച് ഓഡിറ്റോറിയം പണിത്. പിന്നെ 9ഉം 10ഉം ഞങ്ങൾ താഴെ ഒരു ബിൽഡിങ്ങിലാണ് പഠിച്ചത്. ഇവിടെ പിന്നെ ഇപ്പം കുറേ നോർത്ത് ഇന്ത്യൻസ് വന്ന് താമസിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ മേലത്തെ പ്ലേ ഗ്രൗണ്ട്. ഇവിടെ മിക്കവാറും സെവൻസ് കളിച്ചുകൊണ്ടുവന്ന ടൈമാണ്. ഇതേ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പഠിച്ചത്. ഞങ്ങൾ പഠിച്ച സമയത്ത് സ്പീക്കറൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അത്യാവശ്യം സെറ്റപ്പാക്കി സ്കൂൾ ബസ് വന്നു, കാർ ഷെഡ് പണിതു, അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് താഴത്തെയാണ് +1 +2 സെയിം സ്കൂൾ തന്നെ. ഇതൊന്നും ഞങ്ങൾ പഠിച്ച സമയത്തില്ലായിരുന്നു ഈ ക്ലാസ് റൂം. ഇതുവഴിയാണ് ഞങ്ങൾ ഇൻ്റർവെല്ലിന് ഫുഡൊക്കെ മേടിക്കാൻ പോയിരുന്നു. ഇതായിരുന്നു മിക്കവാറും കപ്പിൾസിൻ്റെ സ്പോട്ട്. ഇൻ്റർവെല്ലെല്ലാം ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും വന്നിരിക്കുന്ന സ്പോട്ടായിരുന്നു. ആക്ച്വലി ഭംഗിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ കോമ്പൗണ്ട് ഫുള്ള് ഏരിയ മൊത്തം നല്ല കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് +1 +2. ആക്ച്വലി ഞങ്ങൾക്ക് കൊറോണ ആയതുകൊണ്ട് തന്നെ +1 കംപ്ലീറ്റ് കിട്ടി. +2 ആകെ 2 മാസം ഞങ്ങൾ കേട്ടിട്ടുള്ളായിരുന്നു, ബാക്കിയെല്ലാം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ +1 +2 ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതുവഴിയാണ് വാഷ്റൂം, പിന്നെ ഒരു ചെറിയ ടോയ്ലറ്റ്. ആൻഡ് ഇതായിരുന്നു ഞങ്ങളുടെ കെമിസ്ട്രി ലാബ്. കെമിസ്ട്രി ലാബിൽ ഞങ്ങൾക്ക് അധികം ടൈമൊന്നും കിട്ടിയിട്ടില്ല, ബിക്കോസ് ഫുള്ള് കൊറോണ ആയിരുന്നല്ലോ. അതുകൊണ്ട് എക്സ്പെരിമെൻറ്റ്സും കുറച്ചേ കേട്ടിട്ടുള്ളൂ. ഇത് കാണുന്നതാണ് ടോയ്ലറ്റ്. സോ ഇത്രയും ചുറ്റിക്കറങ്ങി വേണം ഇവിടെ വരാൻ. പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകാം കേട്ടോ. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാം.